മോളെ ആ പാല് കുപ്പി ഇങ്ങെടുത്തേ. ഇതാ അമ്മേ. അല്ലേ നീ പാല് കൊണ്ടുപോകാൻ കാത്തു നിൽക്കായിരുന്നോ? മോളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടീ നീ ആണ് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ, മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. 10 ഗുണം 10 ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെയാണ് വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ? അതൊക്കെ പറ, പിള്ളേര് കേക്കും. മിണ്ടല്ലേ, ഇതെന്റെ അനിയനാ, ഇന്നലെ വന്നതാ. രാധ ഇപ്പൊ പൊയ്ക്കോ. കുറച്ചു കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം, അവിടെ ചെയ്യണം. വരുമോ? ചേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പുഴ? പുഴയോ? നീ പുഴയിലൊന്നും കുളിക്കണ്ട. പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം മറ്റു വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അതും എനിക്ക് പരിചയമില്ലാത്ത വെള്ളമല്ലേ? പറയുന്നേക്ക് ബാബു, ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ, ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം. ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല, ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ബാബു പറയുന്നതൊക്കെ ബാഗിലൊക്കെ തുറന്നു കിടക്ക. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, നീ വരണ്ട. നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുൻവശത്തിരിക്കാൻ. ശരി. എത്ര നേരം ഞാൻ കാത്തു നിൽക്കുകയാണെന്നറിയോ? അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ട് വേണ്ടേ? കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്നോണ്ട് ഭയങ്കര ബഹളം. എന്നിട്ട് എങ്ങനെ ഒഴിവാക്കി? അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. അനി എന്തിനാ വന്ന്? എന്തിനാന്നറിയില്ല, അവനൊരു ടൈപ്പാ. വെറുതെ കറങ്ങാൻ ഇറങ്ങിയതോ. ഇന്ന് തന്നെ പറഞ്ഞയച്ചേക്കാം. പിന്നെ എണ്ണ തേച്ചില്ലേ? ഇല്ല. എന്താ, പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഗന്ധം വേണ്ടേ? ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ തലയിൽ എണ്ണ തേക്കാറുള്ളൂ. അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? ഞങ്ങളുടെ ചേച്ചി എവിടെ? ചേച്ചിയോ? ഏത് ചേച്ചി? ചേച്ചി. രാധ ചേച്ചിയോട് വന്നിരുന്നു, വന്നിട്ട് പോയി. എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ട് പോയി. ബാബു. ഈ വണ്ടി നിങ്ങളുടെയാണോ? അതെ. എന്നെ കേട്ടിരുത്ത് ഒന്ന് ഓടിക്കോ. എല്ലാവരെയും എത്തി ഓടിക്കാം. പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങളുടെ കാവലിരിക്കണം. ബാ. അടുത്തയാൾ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. വേഗം വരണേ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ ദൂരെ പൂമഴയായി. പിന്നെ ഇതാരുടെ വരികളാണെന്നറിയാം? പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള. ബാബുവിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. രാധ പൊക്കം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അയ്യോ, ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണേ. അപ്പൊ വീട്ടിലാരാ? ചേട്ടൻ പഠിക്കണ്ട, അവിടെ ഒരു കള്ളനും കയറില്ല. ചേട്ടനാ പോയ പെൺകുട്ടി കണ്ടോ? ഏത് പെൺകുട്ടി? ആ പെൺകുട്ടി. നീ എന്തിനാ ആവശ്യമില്ലാതെ പെൺപിള്ളേരെ നോക്കുന്നത്? പ്രായം അതല്ലേ ചേട്ടാ, പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു.
ചേട്ടൻ ആളൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളേജിൽ പോണ്ടേ? ഇനി അടുത്ത കൊല്ലം പോയാൽ മതി. എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റും ആസലായിട്ട് തോറ്റു. വേഗം കുളിച്ചോ. എന്താ ഇത്? എന്താ ഇത്? കളിക്കാൻ എന്താ? അയ്യോ, എന്റെ പുസ്തകം. എല്ലാരും പോയേ പോയേ പോയേ. ഞങ്ങൾ പോവില്ല. പോവില്ലെന്നോ? വട്ടി വട്ടി ഇവിടെ അടിച്ച്. ഞങ്ങൾ ചേച്ചിയോട് പറയും. എന്താ പറയും? ഞങ്ങള് തല്ലാൻ വന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഓഹോ, അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കും. അയ്യേ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ നിങ്ങളെ തല്ലൂ? ആ, വൈകിട്ട് നിങ്ങൾ വരുമ്പം ചേച്ചിയും കൂട്ടി വരണം. പെണയല്ലേ? ആ, വന്നേ വന്നേ വാ. എല്ലാരും ഇറങ്ങിക്കേ. താഴെ ഇറങ്ങിക്കേ. വൈകിട്ട് മറക്കണ്ട, ചേച്ചിയെ കൊണ്ടുവരണം. ആ, എന്റെ ദൈവം എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കോണേ. എനിക്ക് വയ്യ. ആരാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടണത്തിൽ നിന്നാ, വലിയ ഉദ്യോഗസ്ഥനാ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കോ യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇതാ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈ, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇതാ പോരെ. ആരുടെ കാണാ? ആ, എന്റെ തന്നെയാ. അയ്യോ, കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്. അതിരിക്കട്ടെ, തീറ്റ എന്താ കൊടുക്കുന്നത്? പുല്ലു അരിക്കാടി. അതുപോരാ, തേങ്ങാ പിണ്ണാക്കും എള്ളും പിണ്ണാക്കും ഓക്കെ ഓയിലും. ഓക്കെ ആക്കാൻ കല്യാണ കാര്യം. എങ്ങനുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാം. അയ്യോ, അതിന്റെ നാവ് മാറ്റണം. ഓ, നിന്റെ നാവാ മാറ്റേണ്ടത്. അതിരിക്കട്ടെ, എത്ര കണ്ണുണ്ട്? മൊത്തം 4 കണ്ണ്. ആ, അപ്പൊ 4 കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനെയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. ആ, അത് ശരിയാ. എടോ, ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ വഴിക്ക് നടന്നു. എടാ മാസുണ്ണി, മേലാൽ ഇത്തരം അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാരിച്ചൻ നായർ ആരാണ്. മനസ്സിലായോ? പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല. കണ്ണു നാലുണ്ടല്ലോ. എന്റെ കൂടെ പൂട്ടാൻ നിർത്തിയാ മതി.